ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി എന്ന പുസ്തകം. അദ്ദേഹം ദേവിയെ സ്തുതിച്ചുകൊണ്ട് ദേവിക്ക് എന്തെല്ലാമുണ്ട്, ദേവി എന്തെല്ലാം ശക്തിയുണ്ട് എന്നുള്ളതിനൊക്കെ വിവരിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ 4 വരികൾക്കാണ് നമ്മൾ ഉത്തരം പറഞ്ഞത്. ഒന്നിന് 4 വരി വീതണം കേട്ടോ. ശിവശക്തിയുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലം ഹം സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യം ഹരിഹരവിരിഞ്ചാദിബീരബി പ്രണന്തും സ്തോതും വാ കഥാത്മകൃത പുണ്യഃ പ്രഭവതി. ദേവി അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി എന്നും വിളിച്ചുകൊണ്ട് സർവമംഗളപരമായ പരമശിവന്റെ ശക്തിരൂപിണിയായ നിന്തിരുവടിയോടുകൂടിയവനായി ഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായി തീരുന്നു. അതായത് ശിവന് മാത്രം ഇരുന്നാൽ ഒരിക്കലും ഒരു ശക്തി ഉണ്ടാവില്ല എന്നും ദേവി കൂടിച്ചേർന്നിരിക്കുമ്പോഴാണ്, ദേവി ശിവന്റെ മടിയിൽ ഇരിക്കുമ്പോഴാണ് ശിവന് കൂടുതൽ ശക്തിയും അതിന് ശിവന്റെ പ്രഭാവം കൂട്ടാനുള്ള ഒരു കഴിവുണ്ടാകുന്നതെന്നും വേണം ഇതിൽ പറയുന്നത്. ആ പരമശിവൻ കൂടിയിരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും സമർത്ഥനായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മടിയിൽ ദേവി ഇരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിളകാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദേവിയെ എല്ലാവരും പൂജിക്കുന്നുണ്ട്. ആരൊക്കെ പൂജിക്കുന്നു? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തന്നെ പൂജിക്കുന്നു. പിന്നെ രുദ്രാദ്രികളും പൂജിക്കുന്നുണ്ട്. അങ്ങനെ പൂജിക്കണമെങ്കിൽ ദേവിയുടെ ഒരു സാന്നിധ്യം തന്നെ വേണം. സാന്നിധ്യമില്ലെങ്കിൽ ഒന്നിനും ശിവന് സാമർത്ഥ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശക്തിയോ ഒന്നിളകാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് ആദ്യത്തെ 4 വരിയാണ് കേട്ടോ. അങ്ങനെ അധ്യായം അങ്ങനെ ഒന്നും ഇല്ല ഇതിൽ, അങ്ങനെ പറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണും.